ആഘോഷങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ, ബാർബിക്യൂ അഥവാ ഗ്രില്ല് അത് ഞങ്ങൾക്ക് മസ്റ്റാണ് കേട്ടോ. ഇവിടെ നമ്മുടെ ഐലൻഡിലെ ഒരു മിസ്സ് ട്രാൻസ്ഫർ ആയിട്ട് വേറൊരു ഐലൻഡിലോട്ട് പോവുകയാണ്. അപ്പോൾ ആ മിസ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഈ ഐലൻഡിലുള്ള ലോക്കലായിട്ടുള്ള ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തൊരു പാർട്ടിയാണ്. അപ്പോൾ നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പാർട്ടിക്ക്. ഇത് സ്ഥലം ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു സ്ഥലം. നമ്മളൊരു വീടിൻ്റെ മുറ്റത്ത് വെച്ച് റോട്ടിൽ ഗ്രില്ല് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, അതേ സ്ഥലം അതേ ആൾക്കാർ അവരുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ലൊക്കേഷൻ, ഇതാണ് ആ റോഡ് കേട്ടോ. ഇത് ഞങ്ങൾ ഐലൻഡിലെ വണ്ടിയാണ്. ഇവിടെ ടൂറിസ്റ്റാണ് ഇങ്ങനെയുള്ള വണ്ടികൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ റോഡുകളൊക്കെ ഇങ്ങനെ തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല, ടാറൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇത് കുഞ്ഞൊരു ഐലൻഡാണ്, ഏത് സൈഡിൽ നിന്ന് നോക്കിയാലും നമുക്ക് കടൽ കാണാൻ വേണ്ടി പറ്റും. അതേ സ്പോട്ടിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടത്. റോഡിൻ്റെ നടുവിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. അതിനിടയിൽ ഒരാളിവിടെ കാണിച്ചു തരാവേ. ഒരാൾ തൊപ്പിയൊക്കെ ഇട്ട് വന്ന് ഞങ്ങളെ പേടിപ്പിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഞാൻ പേടിച്ചില്ലേ, അവൻ കുറേ നേരം എന്നെ പേടിപ്പിക്കാൻ നോക്കി, ഞാൻ പേടിച്ചില്ല. അങ്ങനെ നടു റോഡിൽ നിന്ന് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ പിറകിലൊരു കേക്ക് പ്രത്യക്ഷപ്പെട്ടത്. ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. ഇത് സുൽഫത്ത് മിസ്സിന് വേണ്ടിയിട്ടുള്ള പാർട്ടിയായിരുന്നേ. ഈ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു. എനിക്ക് വേണ്ടിയിട്ട് ആ 2 മിസ്സുമാരും ഉണ്ടാക്കിയ കേക്കാണ് കേട്ടോ ഇത്. എന്ത് പറയണ്ടേ, എനിക്ക് ഇമോഷണലി ഞാൻ ഒന്നും പറയാൻ പറ്റാതെ ആയി, അത്രയും ഞാൻ സർപ്രൈസായി. പിന്നെ ആ മോൾ എനിക്ക് വേണ്ടി ഒരു കാർഡ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കാർഡ്. അങ്ങനെ എല്ലാവരെയും കൂട്ടി ഞാൻ കേക്ക് മുറിക്കാൻ വേണ്ടി പോവുകയാണ്. നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ. അങ്ങനെ എനിക്കൊന്നും പറയാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഇത് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറന്നാളായിട്ട് എനിക്ക് രാവിലെ തൊട്ടേ ഓരോരോ സർപ്രൈസ് ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ കേക്ക് ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസായി. അതോടൊപ്പം ഞാൻ ഇമോഷണലായി. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞാൻ എല്ലാവർക്കും കൊടുത്തു കേട്ടോ. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടുന്ന് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗസ്റ്റ് ഹൗസുകളുണ്ട്. അതുകൊണ്ട് 24/7 ഇവിടെ എപ്പോഴും വെട്ടവും വെളിച്ചവും ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഒരൊറ്റപ്പെട്ട ഫീൽ ഇവിടെ ഉണ്ടാവില്ല. അതിനിടയ്ക്ക് നമ്മുടെ ഗ്രില്ലൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇവരുടെ തന്നെ മസാല വെച്ച് ഇവർ തന്നെ ഉണ്ടാക്കിയതാണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല, വെറുതെ നോക്കി നിന്ന് സഹായിച്ചത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഉണ്ടായിരുന്നത്. സൊസേജ്, പൊറോട്ട, പിന്നെ നമ്മുടെ പുഴുങ്ങിയതല്ല, ഗ്രില്ല് ചെയ്ത വഴുതനങ്ങ, ഉരുളക്കിഴങ്ങ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ അതൊക്കെ കഴിക്കാനുള്ള പരിപാടിയാണ്. മിസ്സ് പോകുന്നതുമായിട്ട് പ്രമാണിച്ച് എല്ലാ സ്ഥലത്തും പാർട്ടിയായിരുന്നു. അങ്ങനെ കഴിച്ച് നമ്മൾ വയറിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് കുറച്ച് മാത്രമേ കഴിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കഴിക്കട്ടെ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.